ഹലോ മക്കളെ, ഇപ്പൊ മൺഡേ മുതൽ നമ്മുടെ ബ്രിഡ്ജ് ക്ലാസ്സുകൾ എല്ലാവരും നമ്മുടെ എക്സാമിനർ ബാച്ചസിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും ഫുള്ള് സെറ്റായി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടെ വേണം നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാനായിട്ട്. അപ്പൊ അടിപൊളി നല്ല പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അപ്പൊ ബ്രിഡ്ജ് ക്ലാസ്സുകൾ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ ബേസിക്സിന്റെ ക്ലാസ്സുകളാണ്. അതായത് ഇപ്പൊ നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് കുറെ പേർക്ക് ഇപ്പൊ മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സ് ഏത് സബ്ജക്ട് ആയി കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ബേസിക്സ് അറിയാത്തത് വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തുതരും? ഇപ്പോഴുള്ള നടക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വളരെയധികം ഈസി ആയിരിക്കും. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നത്, എവിടെയാണ് നിങ്ങൾക്ക്, ഏത് ആപ്പിലാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിനറിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആയാലും കിട്ടും, അല്ലെങ്കിൽ ഐഫോണിലൊക്കെ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ എക്സാമിനറിന്റെ ആപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ആക്കി. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മുടെ എക്സാമിനറിന്റെ ആപ്പ്. അത് ജസ്റ്റ് ഡൗൺലോഡ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് വരും. ഇവിടെ നമ്മൾ നമ്മുടെ നമ്പർ, നമ്മുടെ സ്വന്തം നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ലോഗിൻ കാണിച്ചു. ഇപ്പൊ തന്നെ നമ്പർ മിസ് കാണിച്ചത്. എന്നിട്ട് ലോഗിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ OTP അടിക്കാനായിട്ട് വരും. എന്നിട്ട് എന്താ ചെയ്യുക, അപ്പൊ നമ്മുടെ ഫോണിലേക്ക് OTP വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് അവിടെ അടിച്ചു കൊടുക്കാം. അപ്പൊ മിസ് ഇവിടെ OTP അടിച്ചു കൊടുത്തു. മിസ് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ കുറെ അടിഭാഗത്തായിട്ട് നോക്കി ഹോം, ഡൗൺലോഡ്സ്, നോട്ടിഫിക്കേഷൻസ്, പ്രൊഫൈൽ അങ്ങനെ പറഞ്ഞിട്ട് കാർഡ്. അതിന് നമ്മൾ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് നമ്മുടെ ക്ലാസ് ഏതാണ്, നമ്മുടെ ക്ലാസ്, അതേപോലെ തന്നെ നമ്മുടെ ബാച്ച് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 8ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാം. അവിടെ നമ്മുടെ ഏത് ക്ലാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിന്റെ ശക്തി ബാച്ച് ആണ് എന്നുണ്ടെങ്കിൽ ആ ബാച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, യെസ്, നമ്മുടെ 8ാം ക്ലാസ്സിന്റെ ശക്തി ബാച്ച് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സേവ് പ്രൊഫൈൽ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഹോമിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഇനി അടുത്തത് വരാൻ പോകുന്ന നമ്മുടെ ബ്രിഡ്ജ് ക്ലാസിന്റെ ലൈവ് ഇവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് മിസ് സയൻസിന്റെ ബ്രിഡ്ജ് ക്ലാസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഇവിടെ അപ്കമിങ് ലൈവിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഈ ലൈവ് എവിടെ സ്കെഡ്യൂൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഈ ലൈവ് ഇനി എവിടെ കിട്ടും എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ ഇനി തപ്പി കണ്ടുപിടിക്കാൻ പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിന്റെ ലിങ്ക് വാട്സപ്പ് വഴിയായിട്ട് അയച്ചു തരും. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആപ്പ് ഓപ്പൺ ചെയ്യുക, അപ്പൊ തന്നെ ഉണ്ട്. കറക്റ്റ് ഫ്രണ്ട് പേജിലാണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മിസ് ഒരു കാര്യം ചെയ്തുതരാം, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇങ്ങനെയാണ്, ഇവിടെയാണ് ഇപ്പോൾ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. ഇനി നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തു, ഇപ്പൊ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിന്റെ കോർഡിനേറ്റർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു തരും. അതിങ്ങനെയായിരിക്കും, മിസ് കാണിച്ചു തരാം. ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിന്റെ കോർഡിനേറ്റർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ ഈ ലിങ്കുകളൊന്നും മിസ് അധികം കാണിച്ചിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇവിടെ നമുക്ക് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഉണ്ട്, അതേപോലെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, അതേപോലെ ബാക്കപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എല്ലാ ലിങ്കും നിങ്ങൾ ഓപ്പൺ ആക്കി അതിനുള്ളിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പോൾ വാട്സ്ആപ്പ് ചാനൽ ആയാലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ആയാലും എല്ലാത്തിലും നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം നമുക്ക് അഥവാ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. കാരണം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റേതിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാതും ഇവിടെ ചാനലും അതുപോലെ കമ്മ്യൂണിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാതും നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെല്ലാത്തിലും ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പർ എന്ന് പറഞ്ഞിട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് കമ്മ്യൂണിറ്റി നമ്പറും പിന്നെ അതേപോലെ തന്നെ അടിയിലായിട്ട് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ച് ഇപ്പൊ നമ്മൾ ആപ്പൊക്കെ തുറക്കേണ്ട കാര്യമൊക്കെ വെച്ച് പറഞ്ഞു തന്നല്ലോ, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അവർ പറഞ്ഞുതരും. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാമിനറിന്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 2 നമ്പറും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മിസ്സിന് പറഞ്ഞു തരാനുള്ളത്.
അപ്പൊ ഇനി എല്ലാവരും നമ്മുടെ ഈ ഒരു ആപ്പൊക്കെ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ഒക്കെ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ദേ നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഒക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരിക്കും. ജസ്റ്റ് ആപ്പ് തുറക്കാം, ലൈവ് കാണാം, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. അറിയാം വെക്കേഷൻ ടൈമാണ്. അപ്പൊ വളരെ കുറച്ച് സമയം മാത്രമേ ഓരോ ദിവസം നിങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ആ ഒരു കാലെടുത്ത് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പൊ മിസ് പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി, എല്ലാവരും ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും സെറ്റ് മിസ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.